എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ടാണ്. എല്ലാവർക്കും ഈ ഓണത്തിന് വളരെയധികം സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്ഷേത്ര സങ്കല്പത്തിൽ തന്ത്രശാസ്ത്രത്തിനുള്ള അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ തത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു വളരെ ചെറിയൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ക്ഷേത്ര ചൈതന്യ ലോകം കൊണ്ട് മാനവരാശിക്കുണ്ടാകാൻ പോകുന്ന ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന പല കമന്റിൽ ഒരു കമന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ഹിന്ദു സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ലീഡ് ചെയ്യാൻ പലരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ആശയം വെച്ചിട്ടുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് അതിന് ഫോളോവേഴ്സായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മടി കാണിക്കുന്നു എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ആര് ലീഡ് ചെയ്യും എന്നുള്ള തരത്തിലാണ്. ഞാൻ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഈ 13 വർഷം കഴിഞ്ഞു. ഗീതയും യോഗയും, ഗീതാശാസ്ത്രവും യോഗാശാസ്ത്രവും മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എൻ്റെ ജീവിതം ഞാൻ ഒഴിഞ്ഞു വെച്ചത്. വളരെയധികം ആളുകൾ യോഗ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ആർക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. എന്നാൽ ഗീത പഠിച്ചതിൽ ചിലരൊക്കെയെങ്കിലും അവർക്ക് അതിൻ്റെ ആന്തരിക തത്വം, അല്ലെങ്കിൽ അതിൽ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചുപേർ മുന്നോട്ട് വന്നാൽ, പഠിച്ചവർ കുറച്ചുപേർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, കുറച്ചു പേരെ അവർക്ക് ഒരാൾ തന്നെ 2-3 പേരെ വെച്ച് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാലും കുറെ ആളുകൾക്ക് ഇതിൻ്റെ ഒരു ബോധതലത്തെ ഒരു അറിവ് കിട്ടാൻ സാധിക്കും. അല്ലാതെ ക്ഷേത്രതലത്തെക്കുറിച്ചുള്ള അറിവ് കൊടുത്താൽ പോലും അതിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. എന്തായാലും കൊള്ളാം, ഈ വീഡിയോകളൊക്കെ കുറച്ചു പേർക്കെങ്കിലും ഗുണം കിട്ടുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള വീഡിയോ. തന്ത്രത്തെക്കുറിച്ച് വളരെ ലഘുവായി ചുരുക്കത്തിൽ പറഞ്ഞപ്പോൾ മന്ത്രശാസ്ത്രത്തെക്കുറിച്ച് പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഇവിടെ നാം കാണുന്ന ഈ സൗരയൂഥവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് യൂഥങ്ങളും, അനേകം യൂഥങ്ങളുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിനെ എല്ലാം കൂടി പറയുന്ന ബ്രഹ്മാണ്ടം എന്നാണ്. ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഒരു സൂര്യനോ ഒരു ചന്ദ്രനോ അല്ലെങ്കിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളോ ഒന്നും മാത്രമുള്ളതല്ല എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിനകത്തിൽ അനേകം സൂര്യന്മാരും ചന്ദ്രന്മാരും ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിന്, ഭൗതിക ശാസ്ത്രത്തിന് ഇതുവരെ ആ ഒരു തലത്തിലേക്ക് എത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ കുറവാണ്. പക്ഷെ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു അനുഭൂതിയിൽ അത് സത്യമാണെന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. സത്യം തന്നെയാണ് എന്നുള്ള തോന്നൽ. കാരണം നാം മരിക്കുന്നിടം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തെയാണ്. അപ്പോൾ അത് സത്യമല്ലാതെ എന്താകാൻ എന്നുള്ള തലത്തിൽ നമുക്ക് ആ ഒരു തോന്നലുണ്ടാകും. സത്യമാണെന്ന് തന്നെ വിചാരിക്കുക, സത്യമാണ് എന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രഹ്മാണ്ടം ഇന്ന് കാണുന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞു വന്നത് വസ്തു അഥവാ മാറ്റർ, അതിന്റെ ഒരു മൂലരൂപമായിരുന്ന ആദിശക്തി, അതായത് പ്രൈമോർഡിയൽ എനർജിയിൽ നിന്നായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇതിന്റെ മന്ത്രശാസ്ത്ര അടിസ്ഥാനം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്ര സിദ്ധാന്തത്തോട് അത്ഭുതാവഹമായിട്ടുള്ള ഒരു സാമ്യം വഹിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഈ മൂലവസ്തുവിനെ, അതായത് ഈ മാറ്ററിനെ നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ജഡം എന്ന് വിളിക്കുമ്പോൾ, നമ്മുടെ ഋഷിവര്യന്മാർ അതിനെ ജഡമല്ല എന്നും, അത് ക്രാന്തദർശികളായ ഋഷിമാരാണ്, അവരെ അതിനെ വേറൊരു തരത്തിലാണ് കാണാൻ ശ്രമിച്ചത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചൈതന്യവത്തായിരിക്കുന്ന ഈ പറയുന്ന ബ്രഹ്മാണ്ടത്തെ, കാര്യം എന്താണ് ചൈതന്യവത്തായിരിക്കുന്നത്? ഇതിലെല്ലാത്തിലും കുടികൊള്ളുന്നത് ചൈതന്യമാണെന്നുള്ളത് നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ചു.
വന്നും പോയി ഇരിക്കുന്നതാണെങ്കിൽ പോലും അത് ചൈതന്യവത്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു വസ്തു ചലിക്കണമെങ്കിൽ അതിൽ എന്തുണ്ടാകണമെന്ന് ഒരു സാധാരണക്കാരന് പോലും അറിയാം. ഞാൻ ശ്വാസം എടുക്കണമെങ്കിൽ പോലും ആ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ്, ഏതാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ കഴിയും. സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു കോൺഷ്യസ്നെസ്, അതായത് ഒരു ബോധതലത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമാണെന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ, ആധുനിക ശാസ്ത്രം ആ ഒരു തലത്തിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മൂലവസ്തുവിന്റെ പരിണാമ പ്രക്രിയയെ നമുക്ക് സർഗപ്രക്രിയയായിട്ട് അല്ലെങ്കിൽ സൃഷ്ടിയായിട്ട് പറയാവുന്നതാണ്. എന്തുകൊണ്ടാണ് സർഗപ്രക്രിയയായിട്ട് അല്ലെങ്കിൽ സൃഷ്ടിയായിട്ട് നമുക്ക് പറയാവുന്നതാണെന്ന് പറയുന്നത്? അതായത് ഒന്നില്ലെങ്കിൽ കാരണവും കാര്യവും, കാരണമില്ലെങ്കിൽ കാര്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരു കാരണം ഉണ്ടായാൽ മാത്രമേ ഒരു കാര്യം ഉണ്ടാകൂ എന്ന് മനസ്സിലാവണം. അപ്പോൾ ഒന്നുണ്ടായാൽ മാത്രമേ മറ്റൊന്നും ഉണ്ടാകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കണം. കൊപ്ര ഉണ്ടെങ്കിൽ മാത്രമേ എണ്ണ ഉണ്ടാക്കാൻ പറ്റൂ, കളിമണ്ണുണ്ടെങ്കിൽ മാത്രമേ പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ എന്തെങ്കിലും ഒന്ന് പിന്നിൽ നിന്നില്ല എങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് പലതുണ്ടാവാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ പലതുണ്ടാകുന്നത് ഒന്നുണ്ടായതുകൊണ്ടാണ്. ആ ഒന്നുണ്ട് അവിടെ. ആ തത്വത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ പോയി കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് സത്യത്തെ മുറുകെ പിടിക്കാനോ സത്യത്തെ അറിയാനോ സാധിക്കാതെ വന്നത്. അപ്പം സർഗപ്രക്രിയ, സൃഷ്ടി എന്ന് പറയുന്നത് ഒന്നുണ്ട്, അതുകൊണ്ടാണ് മറ്റൊന്നുണ്ടായിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ആ മൂലവസ്തുവിന്റെ, ആ മാറ്ററിന്റെ പരിണാമ പ്രക്രിയയെ സർഗപ്രക്രിയ അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയാവുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അത് മനസ്സിലാക്കട്ടെ എന്ന് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റിപ്പീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നത് 2 പ്രാവശ്യം പല തവണ കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് അത് ഇറങ്ങി ചെല്ലത്തുള്ളൂ. കാര്യം നമ്മൾ പല ചിന്തകൾ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തികളാണ്. അപ്പം നവതാഭക്തിയിൽ ശ്രവണം എന്താണ് ആദ്യം ഇട്ടിരിക്കുന്നത്? പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിയിൽ ഉറയ്ക്കും. അതുകൊണ്ടാണ് അത് പല പ്രാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ ഈ ആദിമമായ മൂലവസ്തുവിൽ അജ്ഞാതമായ ഏതോ കാരണത്താൽ ഒരു സ്ഫോടനം ഉണ്ടാകുകയും അങ്ങനെ തരംഗരൂപിയായ ഊർജമായി പരിണമിച്ച് ആ മൂലവസ്തു അല്ലെങ്കിൽ ആ മാറ്റർ ക്രമത്തിൽ പല നിലകളിലായി വസ്തു അല്ലെങ്കിൽ ആ വസ്തു ഘനീഭൂതമായപ്പോൾ അത് നമ്മുടെ മനസ്സായും പിന്നെ പഞ്ചഭൂതങ്ങൾ, ആകാശാദി പഞ്ചഭൂതങ്ങളായും പരിണമിക്കുകയും ചെയ്തു എന്നതാണ് ആർഷ സിദ്ധാന്തം, ആർഷമതം. അതായത് നമ്മുടെ യോഗികൾ പറയുന്നതാണിത്. മറ്റേതിൽ ബിഗ് ബാങ് തിയറിയാണ്, അത് ഞാൻ കഴിഞ്ഞതിനകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആർഷമതത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ ഋഷിമുനിമാർ എന്താണ് കണ്ടുപിടിച്ചത് അതാണ് പ്രാധാന്യം. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ അവർ കണ്ടുപിടിച്ചാണ്. അത് പെട്ടെന്ന് സാധിക്കും കേട്ടോ. ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം അതിന്റെ മൂലരൂപം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഉപകരണത്തിന്റെ സഹായത്തോടെ മനുഷ്യൻ ചെയ്യുന്ന. അതേസമയം ഒരു യോഗി അദ്ദേഹത്തിന്റെ തലത്തിൽ അദ്ദേഹം ധ്യാന മനനാദികളിലൂടെ എത്ര വർഷം നീണ്ടു നിന്ന തപസ്യയുടെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചത്. അപ്പൊ ഊർജം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ മൂലവസ്തുവിലുണ്ടായ അജ്ഞാത വിസ്ഫോടനം, അതിലുണ്ടായ ഒരു ഊർജ തരംഗം ഉണ്ടായിട്ടുണ്ട്. അത് പരിണമിച്ചാണ് ഈ കാണുന്ന സകല ബ്രഹ്മാണ്ടത്തിന്റെയും ഉത്ഭവം എന്ന് നമ്മുടെ യോഗികൾ കണ്ടുപിടിച്ചു. അപ്പൊ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഈ നിശ്ചല ചൈതന്യത്തെയാണ് പരബ്രഹ്മമെന്ന് നമ്മുടെ വേദാന്തികൾ പറയും. എന്താണ് വേദാന്തം? വേദത്തിന്റെ അന്ത്യം എന്ന് പറയുന്ന ഈശ്വരനാണെന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. വേദം എന്ന് പറയുന്ന വിതാണ്. വിതെന്ന് പറഞ്ഞാൽ അറിവാണ് ഈശ്വരൻ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം വേദാന്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അന്തം കണ്ടവരാണ്, അവസാനം എന്താണെന്ന് കണ്ടവരാണ് വേദാന്തികൾ എന്ന് പറയും. ഓരോന്നും കണ്ടുപിടിച്ചതിന് ശേഷം ഇതല്ല എന്ന് പറഞ്ഞ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സത്യം നാം മനസ്സിലാക്കണം. അവര് അകത്തേക്ക്, അതായത് മനനം ചെയ്തതിന് ശേഷം അവര് കണ്ടുപിടിച്ച ഈ നമ്മുടെ പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ പഞ്ചതന്മാത്രകളും അതുപോലെ നമ്മുടെ മറ്റ് എല്ലാം ആന്തരികമായ വസ്തുക്കളെല്ലാം തന്നെ ആ ഉള്ളുകൊണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം
അതിനെ ഇതല്ല ഇതല്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇതല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സത്യമായിരിക്കുന്ന തത്വത്തെ കണ്ടുപിടിക്കാൻ അവർ പ്രയാസപ്പെട്ട് അവസാനം വരെ എത്തിച്ചേരുകയും അത് സത്യത്തെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ വേദം എന്നല്ലെങ്കിൽ വിത് അല്ലെങ്കിൽ അറിവ് എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. അന്തമായി അവസാനമായിട്ട് അവർക്ക് കിട്ടിയ അറിവാണ് സത്യം. ആ സത്യത്തിന്റെ മറ്റൊരു എന്താണ് പറയുന്ന പേരോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നാം കാണുന്നതാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. അപ്പം അതിനും ഈ സത്യത്തിന്റെ അംശം കൂടി നിൽപ്പുണ്ട് എന്ന് മറക്കരുത്. ആ സത്യത്തിന്റെ അംശം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചൈതന്യമായി നിൽക്കുന്നതെന്നും ചൈതന്യവത്തായി നിൽക്കുന്നതെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതാണ് വേദാന്തം. അപ്പൊ താന്ത്രികത്തിലുള്ളവർ പറഞ്ഞു ഇത് പരമശിവനാണെന്ന്, ഇതാണ് ശിവൻ എന്ന് പറഞ്ഞു. അവരതിനെ വേറൊരു പേര് കൊടുത്ത് വിളിച്ചു. ശിവം എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ മംഗളം എന്നുള്ളതാണ് അർത്ഥം. ഈ മംഗളം എന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് സർവർക്കും മംഗളം വരട്ടെ, ഈ സർവ്വ ജീവജാലങ്ങൾക്കും മംഗളം ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ ശിവം എന്ന് പറയും. അപ്പൊ ശിവശക്തി എന്ന് പറയുന്നത് ആദിമമായി ഉണ്ടായ ശക്തിയാണ്. ആദിമശക്തി അല്ലെങ്കിൽ നമ്മൾ സ്ത്രീ രൂപത്തിൽ ആരാധിക്കുന്നു. എല്ലാ ശക്തികളിലും മുന്നിട്ട് നിൽക്കുന്ന ആദിമശക്തിയാണെന്ന് പറയും. ആ സ്ത്രീ രൂപത്തിൽ ദേവീ രൂപത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ സാഖ്യക്കാര് പറഞ്ഞ പുരുഷനും അതുപോലെ തന്നെ മൂലപ്രകൃതിയും, ആ പ്രകൃതി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ദേവീ ശക്തി. പുരുഷൻ എന്ന് പറയുന്ന ശിവനാണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ശിവശക്തി സംഗമം ഉണ്ടാവും. അപ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ യോഗികൾ കണ്ടുപിടിച്ചത് നിസ്സാര സംഭവമല്ല എന്ന് മനസ്സിലാക്കണം. അതൊരു വലിയ സംഭവം തന്നെയാണ്. ആ ശക്തിയെ തന്നെയാണ് താന്ത്രികന്മാർ ഈ പറയുന്ന ശിവം എന്നല്ലെങ്കിൽ ജഗത് മാത എന്നും പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പൊ ജഗത് മാത എന്ന് പറയുന്നതും ദേവിയാണ്. അപ്പം ആദിമമായി ഉണ്ടായ ഈ സ്ഫോടനം അഥവാ ചലനം അല്ലെങ്കിൽ സ്പന്ദനം എന്നൊക്കെ പറയാം ആണ് ഓങ്കാരമായിട്ട് വന്നിരിക്കുന്നത്. ഓങ്കാരം അപ്പൊ നിസ്സാരമാണെന്ന് കണക്ക് കൂട്ടരുത്. ഓങ്കാരമില്ലാതെ ആ ശബ്ദ തരംഗത്തെയാണ്, അതായത് ഉണ്ടായ ഊർജ തരംഗത്തിന്റെ ശബ്ദത്തെയാണ് ഓങ്കാരം എന്ന്. അപ്പൊ നിസ്സാര സംഭവമാണ് ഓങ്കാരം. ഓങ്കാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ യോഗികൾ കണ്ടുപിടിച്ച സത്യത്തിന്റെ ബ്രഹ്മത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് ഓങ്കാരം. അപ്പൊ അത് തന്നെയാണ് ഓങ്കാരം. പക്ഷെ അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഓങ്കാരം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ അതിനൊരു പേര് കൊടുത്തിട്ടു എന്നുള്ളതാണ്. അതിന് 3 അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളെ കുറിച്ച് അടുത്ത ഇതിന്റെ 2ാം ഭാഗത്തിൽ ഇടുന്നുണ്ട്. അക്ഷരങ്ങളുടെ എന്താണ് പ്രയോജനവും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അടുത്ത ഭാഗത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ശബ്ദ തരംഗത്തിനെ ഓങ്കാരം എന്ന് പറയുമ്പോൾ അതിന്റെ ജപം കൊണ്ട് ഒരു വ്യക്തിക്ക് സത്യത്തെ അറിയാൻ സാധിക്കുമെന്ന് നമ്മുടെ യോഗികൾ കണ്ടുപിടിച്ചു. അതൊരു വലിയ അറിവാണ്, നിസ്സാര അറിവല്ല അത്. അപ്പൊ ഈ ശബ്ദ തരംഗം നമ്മളിൽ ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദ തരംഗം അത് ബ്രഹ്മമാണെങ്കിൽ അതിനെ ആരാണോ സ്മരിക്കുന്നത് അത് 4 തരത്തിലുള്ള ജപം കൊണ്ടാണ് ഇതിന് നമുക്ക് സ്മരിക്കാൻ പറ്റുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പരായിൽ നിന്ന് താഴെ നിന്ന് തുടങ്ങി അവസാനം വൈഖരി രൂപത്തിലേക്ക് പോകുന്ന ഒരു തലം വരുന്നുണ്ട്. ആ തലത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു എന്താണ് പറയുന്നത് ശബ്ദ തരംഗം കൊണ്ട് ഒരു വ്യക്തിക്ക് ഇങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ശബ്ദ തരംഗത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം. ഓങ്കാരമാണ് ഇതിന്റെ എല്ലാം പ്രവർത്തനത്തിൽ നമ്മൾ കാണാൻ കഴിയും. അപ്പം ഈ ശബ്ദ തരംഗത്തെ അതുകൊണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആർഷഭാര ഗ്രന്ഥങ്ങളിൽ സിദ്ധാന്തിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ ഒരു കാരണവശാലും അതിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ പരിണാമ പ്രക്രിയയുടെ ഏത് നിലയിൽ വർത്തിക്കുന്ന വസ്തുവിന്റെയും വാസ്തവ രൂപം അതിൻ്റെതായ ഒരു സ്പന്ദന വിശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇതിനകത്തിൽ കുറച്ചൊരു ഐഡിയ തരേണ്ടിയിരിക്കുന്നു. ഒരു പരിണാമ പ്രക്രിയയുടെ ഏത് നിലയിൽ വർത്തിക്കുന്ന വസ്തുവിന്റെയും വാസ്തവ രൂപം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്പന്ദന വിശേഷമാണ്. നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും സ്പന്ദനമുണ്ട്. സ്പന്ദനം എന്ന് പറയാൻ ജീവനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീവനായിരിക്കുന്ന തത്വം എന്ന് പറയുന്നത് ബ്രഹ്മതത്വത്തിന്റെ ഒരു അംശം മാത്രമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനൊരു സ്പന്ദനമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ സ്പന്ദനത്തിന് ഓങ്കാര ശബ്ദം എന്ന് പറയുന്ന സ്പന്ദനത്തിന്റെ വിശേഷ രൂപമാണ്. ആ സ്പന്ദന വിശേഷങ്ങളെല്ലാം ഓങ്കാരത്തിന്റെ അംശങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക്
എനർജിയുടെ അല്ലെങ്കിൽ എനർജി തരംഗത്തിന്റെ അല്ലെങ്കിൽ ഊർജ തരംഗത്തിന്റെ മന്ത്രതലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. നാം കാണുന്ന വസ്തുക്കളെയെല്ലാം മൂലരൂപം മൂന്നെണ്ണമാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ ചൈതന്യവാഹികളായ കണങ്ങളാണെന്ന് നമുക്കറിയാം. അതായത് ഇതിന് ഇംഗ്ലീഷിൽ ഫണ്ടമെന്റൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നുണ്ട്. അവസാന വിശകലനത്തിൽ ഈ കണങ്ങൾ ഓരോന്നും ഊർജ തരംഗ സംഘാതം എന്നുള്ള ഭൗതിക ശാസ്ത്രത്തിന്റെ ആധുനിക ശാഖയായ വേവ് മെക്കാനിക്സിലെ സിദ്ധാന്തം മന്ത്രശാസ്ത്രത്തിന്റെയും അതുപോലെ അടിത്തറയായി നമ്മുടെ ഋഷിവര്യന്മാർ യുഗങ്ങൾക്ക് മുൻപേ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്നാണ് ഈ ശാസ്ത്രം, ആധുനിക ശാസ്ത്രം വളർന്ന് ഈ പറയുന്ന വേവ് മെക്കാനിക്കായി തരംഗമായി മാറിയത് ഇല്ലേ? നമ്മളിൽ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ബ്രേവ് തരംഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അൽഫ, തേറ്റ, ബേറ്റ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ തരംഗങ്ങൾ എങ്ങനെ ഉണ്ടായി? ആ തരംഗങ്ങളുടെ അടിസ്ഥാന തത്വം മന്ത്രമാണ്. അപ്പൊ ഊർജ തരംഗ സംഘാതങ്ങൾ, അതായത് നമ്മുടെ ഊർജ തരംഗത്തിന്റെ ആ ഉണ്ടായിരിക്കുന്ന സംഘാതങ്ങളെല്ലാം കൂടി ആധുനിക ശാസ്ത്രത്തിൽ വന്നപ്പോൾ അത് വേവ് മെക്കാനിക്കായി മാറി. അത് മന്ത്രശാസ്ത്രത്തിന്റെ അടിത്തറയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അത് നമ്മുടെ ഋഷിമാര് യുഗങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചു. ഇത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇപ്പോഴാണ് ഇത് ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലായത്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു വസ്തുവിന്റെയും കൂടുതൽ സൂക്ഷ്മമായ രൂപമാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വസ്തുവിനും സൂക്ഷ്മമായ ഒരു രൂപമുണ്ട്. ഈ സൂക്ഷ്മമായ രൂപത്തിൽ നിന്നാണ് സ്ഥൂലം ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് പറയാം, രാമകൃഷ്ണ പരമഹംസൻ ദേവിയെ ധ്യാനിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി എന്ന് വരുമ്പോൾ ദേവിക്ക് ഒരു സൂക്ഷ്മ രൂപം ഉണ്ടായിരുന്നു. ആദ്യം രൂപമുണ്ട്. ആ രൂപത്തിൽ നിന്നാണ് സ്ഥൂലം ഉണ്ടായത്. നമുക്കെല്ലാം തന്നെ സൂക്ഷ്മമുണ്ട്. നമ്മുടെ സബ്റ്റിൽ ബോഡി എന്ന് പറയുന്ന സൂക്ഷ്മ രൂപം, സൂക്ഷ്മമായ ശരീരം, അതിൽ നിന്നാണ് സ്ഥൂലം ഉണ്ടാകുന്നത്. അതുപോലെ എല്ലാ വസ്തുക്കൾക്കും ഒരു സൂക്ഷ്മ രൂപം ഉണ്ട്. അതിന്റെ തരംഗരൂപിയായ എനർജി എന്ന് വന്നുകൂടും. അത് തരംഗരൂപിയായ എനർജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മളൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ മറ്റ് ചിന്തകൾക്കിടയിൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് വന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് എനർജിയുടെ തരംഗത്തിന്റെ വേവ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് ആ വസ്തുവിന്റെ മന്ത്രം. ഇതാണ് മന്ത്രത്തിന്റെ അടിസ്ഥാനം. ആ വസ്തുവിന്റെ അതായത് മന്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ തരംഗരൂപിയായ എനർജി തന്നെയാണ് എന്ന് സൂക്ഷ്മ രൂപത്തിൽ കാണുന്ന എനർജി തന്നെയാണെന്ന് വെച്ചാൽ. അപ്പൊ മന്ത്രത്തിന്റെ ശക്തി മനസ്സിലാക്കണേ. മന്ത്രം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിച്ചെടുക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനനാത്രായതേ ഇതി മന്ത്ര, മനനം ചെയ്ത് ഉണർത്തി ഉയർത്തുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പം തരംഗരൂപത്തിലുള്ള ഈ മന്ത്രങ്ങൾ ഏത് ദേവതയാണോ നിങ്ങൾ സ്മരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവതയിൽ എത്തും എന്നുള്ള സങ്കല്പം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക തലത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അപ്പൊ ഇതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന വഴിപാടിനാണെങ്കിലും ശരി, അതിന്റെ ഉത്തമമായ മാർഗം എന്താണെന്ന് പറഞ്ഞുതരാനാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം അത് തന്നെയാണ് ആ വസ്തുവിന്റെ മന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ആ വസ്തു ഉണ്ടെങ്കിൽ, ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് സ്പന്ദനമുണ്ട്. അതുകൊണ്ട് സ്പന്ദനമുണ്ടെങ്കിൽ സ്പന്ദനത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ വസ്തുവും ആവിർഭവിക്കണം എന്നുള്ള തലം നമുക്ക് മനസ്സിലാക്കണം. വസ്തു ആവിർഭവിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ഇതില് ആ മന്ത്രത്തെ നമുക്ക് വസ്തുവില്ലാതെ സൂക്ഷ്മതലത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ മന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണിത്. ഇതിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും കഴിയുന്ന ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ദ്രിയ ഗോചരാതീതമായ അദൃശ്യ വസ്തുക്കളെ സംബന്ധിച്ചും അങ്ങനെയുള്ള അദൃശ്യ ജീവികളെ കുറിച്ചും ഇത് പരമാർത്ഥമാണ്. അപ്പൊ അദൃശ്യമായിട്ട് ജീവികൾ അനേകം ഉണ്ടെന്ന് സൂക്ഷ്മതലത്തിൽ. ദേവീ ദേവന്മാരെന്ന് പറയാൻ ഇല്ലാത്തതല്ല. ഈ 33 കോടി ദേവന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് ഇല്ലാത്തതല്ല. പക്ഷേ അതില് അദൃശ്യമായി നിൽക്കുന്ന ഓരോ ദേവീ ദേവതകൾക്കും അതിന്റെ ശബ്ദ തരംഗങ്ങളുണ്ട്, എനർജി തരംഗങ്ങളുണ്ട്. ആ എനർജി തരംഗങ്ങളെ പിടിച്ചിട്ട് വേണം മന്ത്രം ചോദിക്കാൻ. അപ്പൊ മന്ത്രത്തിന്റെ ശക്തി മനസ്സിലാക്കണം. പ്രപഞ്ചത്തിന്റെ വിവിധ തലങ്ങളിൽ അതിനെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന മഹത് ശക്തികളെ സംബന്ധിച്ചും അവയെല്ലാം തന്നെ സ്വയം ആത്മശക്തിയും ചൈതന്യശക്തിയും ഉള്ളതാണെന്നും ഓർക്കുകൂടി ചെയ്യുമ്പോൾ ഇത് ശരിയാണെന്ന് പറഞ്ഞേ തീരൂ. ഇത് മനസ്സിലാക്കേണ്ടത്. ഇതിനെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത്
മഹശക്തികളെ സംബന്ധിച്ച് അതാണ് ഈ പറയുന്ന സൂക്ഷ്മദേവതകൾ എന്ന് പറയുന്നത്. മഹശക്തികളുണ്ട്. നമ്മൾ അറിയാതെ നമുക്ക് കാണാൻ പറ്റാത്ത ഗോചരമല്ലാത്ത പലത് ശക്തികളും ഈ ലോകത്തിലുണ്ട്, സൂക്ഷ്മമായി നിൽക്കുന്നു. ഇതിന് ജന്തുക്കൾ കാണാൻ പറ്റും. പട്ടി ഓലിയിടുന്നതൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റും. പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതിന് കാണാൻ പറ്റും, പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റത്തില്ല. അതേസമയം പറയാതിരിക്കുന്നതിന് ഏത് ജന്തുക്കളാണോ അതിന് ഇതിനൊക്കെ കാണാൻ പറ്റും, സൂക്ഷ്മതലത്തിലുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് പല അറിവും കിട്ടുന്നുണ്ട്, ഇല്ലേ? വയനാട്ടിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് നമുക്കറിയാം, കാട്ടിൽ നിന്ന് കാട്ടാനകളെല്ലാം ഉപേക്ഷിച്ചു പോയി. എന്താണ് അതിന് ഫോർത്ത് ഡയമെൻഷനിലെ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് വന്നിട്ട് അടച്ചു വെച്ചിരിക്കുക. അത് നമ്മൾ സ്വയം ഉണ്ടാക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനുദാഹരണമാണ് രം എന്ന അഗ്നിബീജം ഉച്ചരിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾക്കുള്ള വിളക്കുകൾ ജ്വലിപ്പിക്കാൻ കഴിഞ്ഞ വ്യക്തികൾ ഇന്നീ ഭൂമുഖത്ത് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഒരാള് മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത്, തീ ഉണ്ടാക്കുന്നത്. അതിന്റെ തീ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഗ്നി എന്ന് പറയുന്നത് അതിന്റെ സ്ഥൂല രൂപമാണ്. അതിനൊരു സൂക്ഷ്മ രൂപമുണ്ട്. ആ സൂക്ഷ്മ രൂപത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ ആ മന്ത്രം, അതായത് അതിന്റെ ഊർജ തരംഗം ആ സൂക്ഷ്മത്തിൽ പതിച്ച സ്ഥൂലമായിട്ട് വരണം. ഇതാണ് ഇതിനെപ്പറ്റി ഭാരതത്തിലെ ഋഷിമാര് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല എങ്കിൽ സായിപ്പ് പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ വുഡ്രോഫ്. അദ്ദേഹം അന്തർശാസ്ത്രത്തെ പറ്റി പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ആധികാരികമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സിദ്ധന്മാർ കേരളത്തിലുണ്ട്, ഞാൻ കണ്ടതാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം എന്ന് പറയുന്നത് എല്ലാ അക്ഷരങ്ങൾ തന്നെ മന്ത്രങ്ങളാണ്. പക്ഷെ അതിനെ ജപിക്കേണ്ട രീതിയിലും മനസ്സിലാക്കിയും ജപിച്ചു കഴിഞ്ഞാൽ ഓരോ അക്ഷരവും മന്ത്രവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ നാളത്തെ നമ്മുടെ കഠിന അധ്വാനം കൊണ്ട് മാത്രമേ ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നമസ്കാരവും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.